ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ മഹാരാഷ്ട്ര യാത്രയുടെ 4ാമത്തെ വീഡിയോ ആണ്, ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ കാവൽശ്ശത്ത് വ്യൂ പോയിൻ്റ് കണ്ട് നമ്മൾ അവിടുന്ന് മടങ്ങുകയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഹിരണ്യകേശി ടെമ്പിളാണ്. നല്ല മഴ വരുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് വഴിയിലെ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. മഴ നനയാൻ തയ്യാറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും റെയിൻകോട്ട് കയ്യിൽ കരുതിയിട്ടുണ്ട്. പല വർണ്ണങ്ങളിലുള്ള റെയിൻകോട്ടുകളിട്ട് ഞങ്ങളങ്ങനെ കളർഫുള്ളായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ യാത്രയിൽ ഒരു മഴ കിട്ടിയതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് നിങ്ങൾക്ക് കാണാം. എല്ലാവരും തുള്ളിച്ചാടി ആ സന്തോഷത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. വാഹനം ഇറങ്ങി അല്പദൂരം നടന്നിട്ട് വേണം നമുക്ക് ടെമ്പിളിലേക്ക് എത്താൻ. സഞ്ചാരികൾ ഒരുപാട് വരുന്ന സ്ഥലമായതിനാൽ പോകുന്ന പാതയൊക്കെ കട്ട വിരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ഹിരണ്യകേശി ടെമ്പിളിലേക്ക് എത്തിച്ചേർന്നു. പച്ചപ്പിനു നടുവിൽ സ്വർണ്ണവർണ്ണം പൂശിയ ആ ടെമ്പിൾ കാണാൻ നല്ല മനോഹരമാണ്. ഈ പ്രദേശത്തുകാർക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഹിരണ്യകേശി നദി ഉത്ഭവിക്കുന്നത് ഈ ക്ഷേത്രത്തിനടിയിൽ നിന്നാണ്. മാത്രമല്ല, ഈ ജലാശയത്തിൽ കാണുന്ന ഒരിനം അപൂർവമായ മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങളാണ് ഈ ഗ്രാമത്തിൻ്റെ സംരക്ഷകരെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. പ്രധാന കോവിലിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് ഉറവ ആരംഭിക്കുന്നത്. ആ ഉറവ ക്ഷേത്രത്തിന് മുമ്പിലൂടെ വന്ന് താഴേക്ക് ഒഴുകിപ്പോകുന്നു. ഒരു വലിയ പാറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ പാറയുടെ താഴെ നിന്നും ഉറവ ഉത്ഭവിച്ച് ഇതിന് താഴെ കൂടെ ഒഴുകി വന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഇതിലേ വരും. ആ വെള്ളമാണ് ഇതിലെ ഒഴുകി ക്ഷേത്രത്തിന് മുമ്പിലൂടെ ഒരു അരുവിയായി താഴേക്ക് ഒഴുകി പോകുന്നത്. നല്ല തണുത്ത കണ്ണീര് പോലെയുള്ള ശുദ്ധമായ ജലം പ്രധാന കോവിലിൻ്റെ താഴ്ഭാഗത്തു നിന്നും ഉത്ഭവിച്ച് ആ നീരുറവ ഇതിലെ ഒഴുകി വന്ന് താഴേക്ക് മനോഹരമായ ഒരു അരുവിയായി ഒഴുകിപ്പോകുന്നു. ഈ ജലത്തിൽ അപൂർവമായ ഒരു തരം മീനുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവയെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ബോർഡ് നമുക്കിവിടെ കാണാം. ഈ മീനുകളെ ഇന്ത്യയിൽ മറ്റെവിടെയും കാണാൻ സാധ്യമല്ലെന്ന് പറയപ്പെടുന്നു. മീനുകളെക്കുറിച്ച് വളരെ വിശദമായി ഈ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. സന്ദർശകരാരും ഈ മീനുകളെ പിടിക്കുകയോ അവയ്ക്ക് ഭക്ഷണം നൽകുകയോ മറ്റോ ചെയ്യാൻ പാടില്ലെന്ന് കർശനമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവൺമെൻറ് പൈതൃകമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഹിരണ്യകേശി ടെമ്പിളും അതിൻ്റെ പരിസരവും. ഹിരണ്യകേശി നദി ഇവിടെ നിന്ന് ഉത്ഭവിച്ച് അല്പം ദൂരം എത്തുമ്പോഴേക്കും കൂടുതൽ ചെറു ചാലുകൾ വന്നു ചേർന്ന് അല്പം കൂടി വലിയ നദിയായി ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സമയത്തും ഈ ജലാശയം വറ്റാതെ വെള്ളമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. ഞാൻ ആ മീനുകളെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്കവയെ മൊബൈൽ പകർത്താൻ സാധിച്ചില്ല. പ്രധാന കാരണം നല്ല തെളിഞ്ഞ ജലമായതുകൊണ്ട് തന്നെ മുകളിലെ മരങ്ങളുടെയൊക്കെ നിഴൽ അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മൊബൈലിൽ നമുക്കത് കൃത്യമായിട്ട് വെള്ളം വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. താഴേക്കുള്ള ആ അരുവിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കി, പക്ഷേ എനിക്ക് ആ മീനുകളെ പകർത്താൻ സാധിച്ചില്ല. ഈ അരുവിയിലെ ജലം കാണുമ്പോൾ നമുക്ക് കൈകളിൽ കോരിയെടുത്ത് കുടിക്കാൻ തോന്നും. അത്രയ്ക്കും തെളിഞ്ഞ വെള്ളമാണ്. അരുവിയുടെ അരികിൽ നിൽക്കുന്ന ഈ മരത്തിലെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ മീനിനെ ഷൂട്ട് ചെയ്ത് നിർത്തി പെട്ടെന്ന് തന്നെ അരുവിൽ നിന്ന് മുകളിലേക്ക് കയറി. ഹിരണ്യകേശി ടെമ്പിളിൻ്റെ ഭംഗി ഒരിക്കൽ കൂടി മൊബൈലിൽ പകർത്തി ഞാൻ തിരികെ നടന്നു. ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ക്ഷേത്രത്തിൽ നിന്നും നടവയിലൂടെ നടന്നു നീങ്ങി. നടന്ന് വാഹനത്തിനരികിലെത്തുമ്പോഴേക്കും ഈ പ്രദേശമാകെ കോട മൂടിക്കഴിഞ്ഞിരുന്നു. മഴ പെയ്തൊഴിഞ്ഞ ഉടനെ കോട ഇറങ്ങുമ്പോൾ നല്ല തണുപ്പും നല്ല അടിപൊളി വൈബുമാണ്. കാലത്ത് മുതലേ ഇങ്ങനെ കോട ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പോയ സ്ഥലങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അരുവിയുടെ അരികിലൂടെ ചതുപ്പിലൂടെ നടന്നവരോടൊക്കെ കാലുകളിൽ അട്ട കയറിയിട്ടുണ്ടാകുന്ന ഡ്രൈവറുടെ ഉപദേശം കേട്ട് എല്ലാവരും കാലുകളിൽ അട്ടയെ തിരയുന്ന തിരക്കിലാണ്. ചിലരുടെയൊക്കെ കാലുകളിൽ അട്ട കടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഹിരണ്യകേശിയിൽ നിന്നും ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. ഇരുട്ടുന്നതിന് മുമ്പ് ചുരമിറങ്ങണമെന്ന ഉദ്ദേശത്തോടെ ഡ്രൈവർ അത്യാവശ്യം വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. നല്ല തണുത്ത കാറ്റ് പുറത്തുനിന്നും വണ്ടിക്കുള്ളിലേക്ക് വീശിയടിക്കുന്നു. അസ്തമയ സൂര്യൻ്റെ പ്രഭയിൽ ആകാശം ചുവന്നു തുടുക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്ന യാത്ര. വാഹനം ചുരമിറങ്ങി താഴേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് ആരൊക്കെയോ തിരികെ വിളിക്കുന്ന പോലെ ഒരു ഫീൽ. വാഹനത്തിനുള്ളിൽ എല്ലാവരും പരസ്പരം മൊബൈൽ നമ്പറുകൾ കൈമാറുന്ന തിരക്കിലാണ്.
വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ പ്രായക്കാരായ 10-60 ആളുകൾ ഒരു ട്രെയിനിൽ ഒത്തുചേർന്ന് ഒരു കുടുംബമായി മാറിയ ഒരു യാത്ര. ഒരു ദിവസം കൊണ്ട് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ തുന്നിച്ചേർത്ത ഒരു യാത്ര. രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വാഹനം ഒരു വലിയ ഹോട്ടലിന് മുന്നിൽ നിർത്തി. ഞങ്ങൾ ഏതാനും പേർ ഇവിടുത്തെ പ്രാദേശിക ഭക്ഷണം ലഭിക്കുന്ന മറ്റൊരു കടയിലേക്ക് പോന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുടാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. രാവിലെ കണ്ടതിനേക്കാൾ മനോഹരമാണ് രാത്രി കുടാൽ റെയിൽവേ സ്റ്റേഷൻ. നല്ല വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. മൊബൈലിൽ ചാർജ് കുറവുള്ളത് കൊണ്ട് ഇനിയുള്ള ദൃശ്യങ്ങൾ പകർത്താൻ സാധ്യമല്ല. ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഈ യാത്രയുടെ സൂത്രധാരൻ ഷാമിലിനെ വിളിച്ച് ഒരു സെൽഫി എടുത്ത് ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. Ini